ഇംഗ്ലീഷ് ഫിലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ഗ്രാമർ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങൾ എത്ര പേരാണ് മലയാളം പഠിച്ചപ്പോൾ ഗ്രാമർ പഠിച്ചേ? അല്ലെങ്കിൽ ഈ ടെൻസ് ഇവിടെ ഉപയോഗിക്കണം, നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ഈ ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്, പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് സ്പീക്ക് ഇംഗ്ലീഷ് വിതൗട്ട് ലേണിംഗ് ഗ്രാമർ പഠിക്കാതെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ? പറ്റും. നമ്മൾ തെളിയിച്ച കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളം സംസാരിക്കാൻ പഠിച്ചത് നമ്മൾ ഗ്രാമർ പഠിച്ചിട്ട് അല്ല. പിന്നെ നമ്മൾ കറക്ഷൻസിന് വേണ്ടി ഗ്രാമർ നോക്കാറുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ആരും ഗ്രാമർ പഠിച്ചിട്ടല്ല മലയാളം സംസാരിക്കാൻ പഠിച്ചത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനും നമുക്ക് എന്ത് ചെയ്യണ്ട? ഗ്രാമർ പഠിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഒന്നും പഠിക്കാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. അതിന് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അല്ലേ? അപ്പം ഞാനിന്ന് ടെൻസ് തന്നെയാണ് പറഞ്ഞു തരുന്നത്. പക്ഷേ ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ഒന്നും പറയത്തില്ല. ഞാൻ എന്ത് പറയും? കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്കൊരു കോണ്ടെക്സ്റ്റിൽ എന്ത് പറയാം എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് വരുമ്പം ഒരു കൺഫ്യൂഷൻ വരും. നമ്മൾ പ്രസൻറ്റ് ടെൻസ് പറയണോ പാസ്റ്റ് ടെൻസ് പറയണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് നോക്കാം? ഇന്ന് ഓരോ കാര്യങ്ങളും അതിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മളൊരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എങ്ങനെ സംസാരിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് സെൻറ്റൻസ് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് അതിൽ വേർഡ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറെ സെൻറ്റൻസുകൾ ഉണ്ടാക്കി ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ടെൻസ് അതാണോ ഇതാണോ ഉപയോഗിക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരത്തില്ല. മനസ്സിലായല്ലോ? അപ്പം ഇതിനകത്ത് നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പറയാൻ വേണ്ടിയിട്ട് ഈ തരത്തിലായിരിക്കും സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്. ഐ ലൈക്ക് ചോക്ലേറ്റ്. എനിക്ക് ഐ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തിഷ്ടമാണ്? ചോക്ലേറ്റ് ഇഷ്ടമാണ്. ഐ ലൈക്ക് ചോക്ലേറ്റ്. അപ്പം ഇഷ്ടമാണെന്നുള്ള ലൈക്കും ചോക്ലേറ്റും എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് സെൻറ്റൻസ് ആയി. അപ്പം ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും, ഐ ലൈക്ക് ചോക്ലേറ്റ്. അപ്പം നമുക്ക് ഇഷ്ടമില്ല എന്ന് പറയുകയാണെങ്കിലോ, ഐ ഡിസ്ലൈക്ക് ചോക്ലേറ്റ്. ഐ ഡിസ്ലൈക്ക് ചോക്ലേറ്റ്. മനസ്സിലായല്ലോ? ഇനി എനിക്ക് നിന്നെ ഇഷ്ടം അല്ലെങ്കിൽ അവനെ ഇഷ്ടമാണ്, നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു എന്ന് പറയാം, ഐ ലവ് ഹിം എന്നും പറയാൻ പറ്റും. അതുപോലെ ഐ ഹേറ്റ് ഹിം അല്ലെങ്കിൽ ഐ ഹേറ്റ് യു. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റും, ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ. അപ്പം ഇങ്ങനത്തെ സെൻറ്റൻസ് നമ്മൾ ഈ രീതിയിൽ വലിയ റിസ്ക് ഒന്നുമില്ല, ആ വേർഡ്സ് മാത്രം അങ്ങനെ വെച്ചാൽ മതി, ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇനി അടുത്തത് എബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയില്ലേ? എൻ്റെ പേര് എന്താണ്, എൻ്റെ വയസ്സ് എന്താണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കുക? നോക്കൂ, ഐ ആം പ്രതീഷ്. എൻ്റെ പേര് പ്രതീഷാണ്. നോക്കൂ. അപ്പം വേറൊരാളുടെ പേരാണെങ്കിലോ, ഹീ ഈസ് രാജേഷ്. ഹീ ഈസ് രാജേഷ്, അല്ലേ? പിന്നെ യു ആർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയില്ല. അപ്പം ഐ ആം എ ടീച്ചർ. നമ്മുടെ പ്രൊഫഷൻ പറയാൻ എന്ത് ചെയ്യും? ഐ ആം എ ടീച്ചർ. ഐ ആം 35 years old. എനിക്ക് 35 വയസ്സായി. അവിടെ എന്ത് വേണം? നിങ്ങളുടെ വയസ്സ് മാത്രം മാറ്റിയാൽ പോരെ? അതുപോലെ ഇപ്പോൾ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കണേ, ഐ ആം എ ടീച്ചർ, ഐ ആം എൻ എഞ്ചിനീയർ, ഐ ആം എ ഡോക്ടർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറയണമെങ്കിലോ, ഐ ഹാവ് 2 children. ഐ ഹാവ് 2 children, അല്ലേ? ഹി ഹാസ് 2 children. ദേ ഹാവ് 2 children. മനസ്സിലായല്ലോ? ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം, ചിൽഡ്രൻ എന്നുള്ളത് പ്ലൂറലാണ്, സിംഗുലർ വരുമ്പോൾ ചൈൽഡ് എന്ന് വരും. മനസ്സിലായല്ലോ? ചൈൽഡ്, ചിൽഡ്രൻ. മനസ്സിലായല്ലോ? ഐ ഹാവ് 1 child എന്ന് പറയാം, 2 children എന്ന് പറയണം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി വാട്ട് യു ബിലീവ്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, നമ്മളിപ്പം എന്തെങ്കിലും കാര്യങ്ങൾ വിശ്വസിക്കുവാണ്, അല്ലേ? ആ കാര്യങ്ങൾ നമുക്ക് ഈ രീതിയിൽ പറയാം. ഹീ ഈസ് എ ഡോക്ടർ. നമ്മൾ പറഞ്ഞു തരണം, ഐ ആം എ ഡോക്ടർ പറഞ്ഞത് ഹീ ഈസ് എ ഡോക്ടർ. നമുക്കൊരു വിശ്വാസമുണ്ട്, അയാൾ ഡോക്ടർ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹീ ഈസ് എ ഡോക്ടർ എന്ന് പറയാം. ഇനി ദേ റൺ എ ഹോട്ടൽ. ദേ റൺ എ ഹോട്ടൽ, അതായത് അവർ ഹോട്ടൽ റൺ ചെയ്യുന്നു അല്ലെങ്കിൽ ഹോട്ടൽ നടത്തുന്നു എന്നാണ് അർത്ഥം. അവർ ഹോട്ടൽ നടത്തുന്നു. ഇതൊക്കെ നമ്മുടെ വിശ്വാസമാണ്. ഇതല്ല ശരിക്കുള്ള വിശ്വാസം. നിങ്ങൾക്കിതൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഈ 2 സെൻറ്റൻസും പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്ന ഇതാണ്, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അതായത് നമ്മൾ യൂണിവേഴ്സൽ ട്രൂത്തായിട്ട് പറയപ്പെടുന്ന കാര്യങ്ങൾ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹീസ് എ ഡോക്ടർ എന്ന് പറഞ്ഞാലും തെറ്റല്ല. ഇതും ഇങ്ങനെ തന്നെ പറയണം. ഹീസ് എ ഡോക്ടർ എന്ന് പറയുമ്പോഴും ഇങ്ങനെ തന്നെയാണ് സെൻറ്റൻസ് പറയുക. ദേ റൺ എ ഹോട്ടൽ എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. മനസ്സിലായല്ലോ? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്.
വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രീസ് സെൽഷ്യസ്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രീസ് സെൽഷ്യസ്. വെള്ളം തിളയ്ക്കാൻ എത്ര ഡിഗ്രി ചൂടാവണം? 100 ഡിഗ്രിയിലായാലേ വെള്ളം തിളയ്ക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ നമുക്ക് ഈ തരത്തിലുള്ള സെൻറ്റൻസ് ആണ് ഉപയോഗിക്കുക. ഇത് ഏത് തരം സെൻറ്റൻസ് ആണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട, ഇങ്ങനത്തെ പാറ്റേൺ നോക്കി വെക്കുക. മനസ്സിലായല്ലോ? ഈ പാറ്റേണിലാണ് നമ്മൾ സംസാരിക്കുക. ഇനി ഹബിച്വൽ ആക്ഷൻ. ഹബിച്വൽ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ പറയേണ്ടത് ഈ രീതിയിലാണ്. ഐ വേക്കപ്പ് അറ്റ് 5 o'clock. ഞാൻ 5 മണിക്ക് എണീക്കാറുണ്ട്. മനസ്സിലായല്ലോ? ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കാറുണ്ട്. ഇതൊരു പതിവായിട്ടുള്ളൊരു ആക്ഷനാണ്. ഇനി ഐ ഡ്രിങ്ക് ടീ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട്. ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്. ഞാൻ സ്കൂളിലേക്ക് ബസ്സിലാണ് പോകാറുള്ളത്. മനസ്സിലായല്ലോ? സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതായത് സ്ഥിരമായിട്ട് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്. ഇതൊക്കെ സെയിം ആണ് കേട്ടോ. ഐ ഡ്രിങ്ക് ടീ. ഞാൻ ചായ കുടിക്കും. എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ട് അല്ലേ? ഇനി ഐ പ്ലേ ക്രിക്കറ്റ് എവറി ഈവനിങ്. എല്ലാ വൈകുന്നേരങ്ങളിലും ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അതായത് ഇത് റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പറയണം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഫ്യൂച്ചർ ഈവൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ആക്ഷൻസ്. നമ്മൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും. അല്ല, ഫ്യൂച്ചർ ഈവൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഈവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയണം. നമ്മൾ ഇനി ഭാവി കാലത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ നമ്മൾ ഈ രീതിയിലായിരിക്കും പറയുക. ഐ വിൽ ഗോ ടു സ്കൂൾ നെക്സ്റ്റ് ഇയർ. ഇവിടെ നോക്കൂ, ഐ ഗോ ടു സ്കൂൾ എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. ഞാൻ സ്കൂളിലേക്ക് നെക്സ്റ്റ് ഇയർ പോകും, അടുത്ത വർഷം. അത് ഭാവിയിൽ. അപ്പോൾ ഒരു വില്ലും കൂടെ ചേർത്ത് കൊടുക്കുക. ഗോയ്ക്ക് മുന്നേ, വെർബിന് മുന്നേ ഒരു വില്ലും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറായി. ഐ വിൽ ഗോ ടു സ്കൂൾ നെക്സ്റ്റ് ഇയർ. നമ്മൾ വേറൊന്നും വേണ്ട. ആ സെൻറ്റൻസ് നമ്മൾ ആദ്യം പഠിച്ച സെൻറ്റൻസാണ് ഐ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ എവറി ഡേ എന്ന് പറയുമ്പം റെഗുലറായിട്ട് പോകുന്ന കാര്യം. ഞാൻ അടുത്ത വർഷം പോകും എന്ന് പറയുമ്പം നമ്മളെന്താ പറയുക? ഐ വിൽ ഗോ ടു സ്കൂൾ എന്നായി. വില്ല് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇടയ്ക്ക്. മനസ്സിലായല്ലോ? അതുപോലെ ദേ വിൽ വിൻ ദ ഗെയിം. ദേ വിൽ വിൻ ദ ഗെയിം. അവർ ഈ ഗെയിം ജയിക്കും എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ. അതായത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. എന്തെങ്കിലും പ്രഡിക്ഷൻ പറയുമ്പോൾ നമുക്ക് ഇത് പറയാൻ പറ്റും. ഇനി ഐ വിൽ മീറ്റ് ഹിം ടുമോറോ. ഐ വിൽ മീറ്റ് ഹിം ടുമോറോ. ഞാൻ നാളെ അവനെ മീറ്റ് ചെയ്യും. നാളെ, ടുമോറോ, നാളെ അവനെ മീറ്റ് ചെയ്യും. ഐ മീറ്റ് ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ മീറ്റ് ചെയ്യാറുണ്ടെന്നാണ് അർത്ഥം. ഇവിടെ ഞാൻ നാളെ അവനെ മീറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ ഐ വിൽ മീറ്റ് ഹിം. ഐ വിൽ മീറ്റ് ഹിം ടുമോറോ. മനസ്സിലായല്ലോ? ഐ വിൽ ഗിവ് ദ മണി നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ഞാൻ അവന് ആ പൈസ കൊടുക്കും. ഐ ഗിവ് ദ മണി. ഞാൻ പൈസ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ അതെന്താ? നെക്സ്റ്റ് മന്തും വില്ലും കൂടെ വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചർ. ഐ വിൽ ഗിവ് ദ മണി നെക്സ്റ്റ് മന്ത്. പാസ്റ്റ് ആക്ഷൻസ്. പാസ്റ്റിലെ കാര്യങ്ങൾ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പാസ്റ്റ് ആക്ഷൻസ് ആണ്. ഇവിടെ കുറച്ച് ഒരു റിസ്കി എലമെൻറ്റ്സ് ഉണ്ട്. റിസ്കി എലമെൻറ്റ്സ് അല്ല, ഐ മീൻ കുറച്ച് നിങ്ങൾക്ക് ടഫായിരിക്കും. അപ്പം അത് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ലാസ്റ്റിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. ഐ വോക്കപ്പ് അറ്റ് 5. നോക്കൂ, ഐ വേക്കപ്പ് അറ്റ് 5 എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീക്കാറുണ്ടെന്നാണ് അർത്ഥം. അത് ഹാബിച്വൽ ആക്ഷൻ പറയുമ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എത്ര മണിക്ക് എണീറ്റു എന്ന് പറയണം. ഐ വോക്കപ്പ് അറ്റ് 5. വേക്കിന് വേക്ക്, വോക്ക്, വേക്കൺ എന്നാണ് 3 രൂപങ്ങളുണ്ട്. നമ്മൾ 2 രൂപം പഠിച്ചാൽ മതി. ഒന്ന് വേക്ക്, വോക്ക്. രണ്ടാമത്തെ V2, വെർബ് 2 വരണം. പാസ്റ്റ് ആക്ഷൻസ് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പം വെർബ് 2 വരണം. മനസ്സിലായല്ലോ? V2. ഐ വോക്കപ്പ് അറ്റ് 5. ഐ വെൻറ്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയിരുന്നു. ഐ വെൻറ്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഗോ വെൻ്റ് ആണ്. ഗോ വെൻറ്റ്. ഐ പ്ലേഡ് ചെസ് 1 week ago. ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാൻ ചെസ് കളിച്ചിരുന്നു. ഐ പ്ലേഡ് ചെസ്. മനസ്സിലായല്ലോ? ഐ പ്ലേഡ് ചെസ് 1 week ago. നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പ്ലേഡ്. മനസ്സിലായല്ലോ? അത് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ റെഗുലറായിട്ട് നിങ്ങൾ ഏതെങ്കിലും മൂവീസോ അങ്ങനെയൊക്കെ കണ്ടു വരുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. ഐ മെറ്റ് ഹിം
ലാസ്റ്റ് ഇയർ. ഞാൻ കഴിഞ്ഞ വർഷം അവനെ മീറ്റ് ചെയ്തു. ഐ മീറ്റ് ഹിം നെക്സ്റ്റ് ഡേ എന്ന് പറയുകയാണെങ്കിൽ അടുത്ത ദിവസം ഞാൻ അവനെ മീറ്റ് ചെയ്യുമെന്നാണ്. ഇവിടെ മെറ്റ് വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ്. ഐ മെറ്റ് ഹിം ലാസ്റ്റ് ഇയർ. ഞാൻ കഴിഞ്ഞ വർഷം അവനെ മീറ്റ് ചെയ്തിരുന്നു എന്നതാണ് അർത്ഥം ഇവിടെ. മനസ്സിലായല്ലോ? ഇനി കണ്ടിന്യൂസ് ആക്ഷൻസ്. കണ്ടിന്യൂസ് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ എന്താ പഠിപ്പിക്കുകയാണ് അല്ലേ, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയണം? ING വരണം. കോണ്ടെക്സ്റ്റിൽ നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം, അതിന് ING ചേർത്തിട്ടൊരു സെൻറ്റൻസ് പറഞ്ഞു. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഐ ആം ടീച്ചിങ്. ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടീച്ചറാണ്. ഐ ആം ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നോക്കൂ, ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ എന്ത് വേണം? ഐ ആമും ഗോയിങ്ങും കൂടെ ഉപയോഗിക്കുക. മനസ്സിലായല്ലോ? ഇനി ഐ ആം ഗോയിങ് വെർബിൻ്റെ കൂടെ ING, ഗോയുടെ കൂടെ ഒരു ING കൂടെ ചേർക്കുക, പിന്നെ ഒരു ഓക്സിലറി വെർബ് ഐ ആം കൊടുക്കുക. ഇനി യു ആർ പ്ലേയിങ് ക്രിക്കറ്റ്. നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ദേ ആർ. ഇവിടെ ഞാൻ യു പറഞ്ഞതേ ഉള്ളൂ. ദേ ആർ ആണ് കുറച്ചും കൂടി നല്ലത്. യു ആർ പ്ലേയിങ് ക്രിക്കറ്റ് നമ്മൾ അവരോട് പറയില്ല. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് വേറൊരാളോട് പറയും. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. സെൻറ്റൻസ് കറക്റ്റ് തന്നെയാണ്, പക്ഷേ യു ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് നമ്മൾ ആരോടും പറയില്ലല്ലോ. നിങ്ങൾ ക്രിക്കറ്റാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പറയില്ലല്ലോ. ഇനി പറയേണ്ടി വന്നാൽ പറയുകയും ചെയ്യാം. ഹീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കൂ, ഐയുടെ കൂടെ ആമും ദേ വിയുടെ കൂടെ ആറും ഷീറ്റിൻ്റെ കൂടെ ഈസും വരും. മനസ്സിലായല്ലോ? ഹീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഐ ആം സ്റ്റഡിങ്. നോക്കൂ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം സ്റ്റഡിങ്. മനസ്സിലായല്ലോ? ഇനി അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് പഠിച്ചേ? നമ്മൾ എങ്ങനെ സംസാരിക്കാം, ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ എങ്ങനെ സംസാരിക്കാം, പിന്നെ ഹബിച്വൽ ആക്ഷൻസ് വരുമ്പോൾ എങ്ങനെ സംസാരിക്കാം, അങ്ങനെ പാസ്റ്റിൽ എങ്ങനെ സംസാരിക്കാം, പാസ്റ്റ് കാര്യങ്ങൾ അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കാം, വരാനിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കാം, അതായത് ഭാവി വരാനുള്ള കാര്യങ്ങൾ എങ്ങനെ സംസാരിക്കാമെന്ന് പഠിച്ചു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ കൂടുതലും ഇങ്ങനത്തെ ഈ ടൈപ്പ് സെൻറ്റൻസ് ആണ് നമ്മൾ സംസാരിക്കുക. ഇതിൽ കൂടുതലൊന്നും നമ്മൾ സംസാരിക്കാറില്ല. വളരെ റെയറായിട്ട് സംസാരിക്കും. വളരെ ഇതായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പഠിക്കണം. അല്ലാത്ത പക്ഷം ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഒരു ഇഷ്യൂവും കൂടെ പാസ്റ്റ് പറയാനും നമുക്കറിയാം, ഫ്യൂച്ചർ പറയാനും നമുക്കറിയാം, കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനും നമുക്കറിയാം. പിന്നെ കുറേ നമ്മൾ പഠിച്ചു അല്ലേ, ഹാബിച്വൽ ആക്ഷൻ, നമ്മൾ ബിലീവ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി. അല്ലെങ്കിൽ നിങ്ങൾ ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂസ് ആയി പോകും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ പറയുന്ന സമയത്ത് കൺഫ്യൂഷനായി, പിന്നെ നിങ്ങൾ ഒരു സ്റ്റാമർ വരും, പിന്നെ അവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് പോകും, പിന്നെ നിങ്ങളുടെ സ്പീക്കിംഗ് എബിലിറ്റി നഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ കേൾക്കുക, അതുപോലെ തന്നെ നിങ്ങൾ ലിസണിങ് ഒരുപാട് ചെയ്യുക, റീഡിങ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ ക്ലാരിഫൈ ചെയ്തു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. സീ യു സൂൺ.